വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത്. നമ്മളിന്ന് റവ കൊണ്ടാണ് ഗുലാബ് ജാമുൻ ചെയ്യുന്നത്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നോർമൽ ഗുലാബ് ജാമുൻ പോലെ നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ തന്നെയാണ് ഇതും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ നിങ്ങൾക്ക് റവ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യം നമുക്ക് ഗുലാബ് ജാമിന് വേണ്ട പഞ്ചസാര പാനി ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനൊരു 250 ml കപ്പിൽ പഞ്ചസാര അളന്നിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അതേ അളവിൽ വെള്ളം ഒഴിക്കുകയാണ്. അതായത് 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം, 2 ഈക്വൽ അളവിലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നിങ്ങളിങ്ങനെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടണം. ഇത് ഒരു നൂൽ പരുവോ തിക്നെസ്സോ ഒന്നും ആവണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് കുറുകി കിട്ടിയാൽ മാത്രം മതി. പാനി തിക്കായി കഴിഞ്ഞാൽ നമ്മൾ ഗുലാബ് ജാമിന് സോക്കാവില്ല. അതുകൊണ്ടാണ് ഞാനിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്കായ് ചതച്ചതിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാനി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ ഗുലാബ് ജാമിന് വേണ്ടിയിട്ട് 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. നേരിയ റവ വേണം എടുക്കാൻ, തടിയുള്ള റവ എടുക്കരുത്, നല്ല നേരിയ റവ എടുക്കുക. ഞാൻ റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത റവ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാനിൽ നെയ്യ് വെച്ചിട്ട് ഒന്നൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ വറുത്ത റവ തന്നെയാണ്. ഞാൻ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതായത് എത്രയാണോ നിങ്ങൾ റവ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ പാൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഒരു റിച്ച്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വെറും പാലും ചെയ്യാം കേട്ടോ. ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ പാലൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലെയിം നല്ല ചെറുതാക്കിയിട്ട് വെക്കുക, എന്നിട്ട് വേണം റവ ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ പാലൊക്കെ പെട്ടെന്ന് റവ അബ്സോർബായിട്ട് റവ കുക്കാവാതായി പോവും. അപ്പോൾ നമുക്ക് റവ നന്നായിട്ട് വേവണം. റവ ഇട്ട പാടെ തന്നെ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ റവ കട്ട പിടിക്കും. അപ്പോൾ കട്ട പിടിക്കാതെ ഈ പാലിൽ നമ്മുടെ റവ വെന്ത് കിട്ടണം. അപ്പോൾ ഏകദേശം നമ്മുടെ റവ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഒരു ചപ്പാത്തീൻ്റെ മാവൊക്കെ പോലെ ഇങ്ങനെ ഒരുമിച്ചിട്ട് കിട്ടും. ഇതാണ് ഇതിൻ്റെ പാകം. ഇത് അധികം നേരം വേവിക്കരുത്. അധികം നേരം വേവിച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള മോയ്സ്ചറൊക്കെ പോയി ഇത് നല്ല ഡ്രൈ ആയി പോവും. അപ്പോൾ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് ചൂട് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ റവ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂട് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. പക്ഷേ ചൂട് നന്നായിട്ട് തണയരുത്. അതിന് മുന്നേ തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നിങ്ങൾക്കിത് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു ചൂടായി കഴിഞ്ഞാൽ കുഴയ്ക്കാവുന്നതാണ്. നമ്മൾ തണുത്ത് കഴിഞ്ഞ് കുഴയ്ക്കുമ്പോൾ നമുക്കിതുപോലെ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ചെറിയ ചൂടോട് കൂടി തന്നെ കുഴയ്ക്കുക. ഈ കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല നെയ്യ് ചേർക്കാവുന്നതാണ്. എന്നിട്ടും ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുള്ള പാൽ കുടഞ്ഞിട്ട് കുഴച്ചെടുത്താൽ മതി. നമുക്കിതൊരു റഫായിട്ടുള്ള ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിലാണ് വേണ്ടത്. അതിൽ കൂടുതൽ നനവുണ്ടാവാൻ പാടില്ല. കാരണം അതിൽ കൂടുതൽ നനവുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ വറുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് റഫായിട്ടുള്ള മാവായിട്ട് തന്നെ നിങ്ങൾ കുഴച്ചെടുക്കുക. പിന്നെയെന്ന് പറയാൻ നിങ്ങൾക്ക് കുഴയ്ക്കുന്ന സമയത്ത് ഇനി ലൂസായി തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. നല്ല സ്മൂത്ത് ബോളായിട്ട് ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക. എന്നിട്ട് ഈ കാണിക്കുന്ന മെത്തേഡിൽ തന്നെ നിങ്ങൾ ഉരുട്ടിയെടുക്കുക. ആദ്യം കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ 2 കൈയിൻ്റെ ഇടയിൽ വെച്ചിട്ട് ബോളാക്കിയിട്ട് എടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്കൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ബോളായിട്ട് നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ കയ്യിൽ പറ്റി പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കയ്യിൽ നെയ്യ് തടവി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്ത് ബോളായിട്ട് തന്നെ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ക്രാക്കൊന്നും ഇല്ലാതെ തന്നെ ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ തന്നെ ബാക്കി എല്ലാ ബോളുകളും നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് ഒരു 10 ഗുലാബ് ജാമിൻ്റെ ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതിലും വലുതാക്കാത്തതാണ് നല്ലത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ ബോളായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിൽ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കഷ്ണം മാവിട്ട സമയത്ത് ഇതായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഗുലാബ് ജാമുന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം മീഡിയം ഫ്ലെയിമിലിടുക, പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇട്ട പാടെ ഇളക്കരുത്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രം ഇളക്കുക.
പിന്നെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത ചീനച്ചട്ടി ചെറുതായിരുന്നു. അപ്പോൾ 5 എണ്ണം ഇട്ട സമയത്ത് എനിക്ക് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടായി. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ക്രാക്ക് വന്നിരുന്നു. പക്ഷേ ഫ്രൈ ചെയ്തപ്പോൾ അത് ഓക്കെ ആയിട്ടോ. എല്ലാ ഭാഗവും ഒരേപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഷുഗർ സിറപ്പ് ചൂടുള്ളതായിരിക്കണം, അതായത് നല്ല തിളച്ച ചൂടല്ല, ചെറിയ ചൂടായിരിക്കണം. അപ്പോൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അടച്ച് വെക്കണം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഗുലാബ് ജാമുന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിനുശേഷം 3 എണ്ണോ 2 എണ്ണോ ആയിട്ടാണ് ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുറച്ച് വലിയ പാത്രമാണ് പൊരിക്കാൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇത് നമുക്ക് എല്ലാ വശവും ഒരേപോലെ ഗോൾഡൻ കളർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇളക്കിയിട്ട് തന്നെ ഇത് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനുള്ള സ്പേസ് നിങ്ങളെ ചീനച്ചട്ടിയിൽ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേത് പറഞ്ഞു തന്നെ. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഇപ്പോൾ ചൂടുണ്ടാവും, കാരണം നമ്മൾ ചൂടുള്ള ഗുലാബ് ജാമുൻ ഇട്ടുകൊണ്ട് ചൂടുണ്ടാവും. ഇനി നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും ഇതുപോലെ അടച്ച് വെക്കണം. അപ്പോഴേ ശരിക്കും നമ്മുടെ ഗുലാബ് ജാമുനിലേക്ക് പഞ്ചസാര പാനി ഇറങ്ങിയിട്ട് സോക്കായി കിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് വെക്കാം കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ എന്ന് പറയുന്നത് മിനിമം ആണ്. 2 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഗുലാബ് ജാമുനിലൊക്കെ പഞ്ചസാര പാനി പിടിച്ച് വീർത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ പഞ്ചസാര പാനി പിടിച്ചിട്ടുണ്ടെന്നാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് മുറിച്ച് കാണിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ ഫോളോ ചെയ്തിട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.